വെടിനിർത്തൽ ചർച്ചകളെല്ലാം അട്ടിമറിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ഗസയിലും വെസ്റ്റ് ബാങ്കിലും വംശഹത്യ തുടരുകയാണ്. ഹമാസിനെ ഇല്ലാതാക്കി ഇസ്രായേൽ സുരക്ഷിതമായാൽ മാത്രമേ യുദ്ധം അവസാനിപ്പിക്കൂ എന്നാണ് നെതന്യാഹു പറയുന്നത്. അഥവാ അങ്ങനെയൊരു ലക്ഷ്യം ഇസ്രായേൽ നേടിയാൽ തന്നെ ഇസ്രായേലിൽ ജീവിക്കാൻ ജനങ്ങൾ ആരെങ്കിലും ഉണ്ടാകുമോ? ഇസ്രായേൽ എന്നാൽ നെതന്യാഹു മാത്രമാവുകയാണ്. യുദ്ധത്തിൻ്റെ കെടുതികളിൽ മനമടുത്ത് ഓരോ മാസവും പതിനായിരക്കണക്കിന് ഇസ്രായേലികളാണ് നാടുവിടുന്നത്. വിശദമായി നോക്കാം. ദേശാന്തരത്തിലേക്ക് സ്വാഗതം. അസ്വസ്ഥരായ ഇസ്രായേൽ ജനത ഇളകി പറയുകയാണ്. കഴിഞ്ഞ ശനി ഞായർ ദിവസങ്ങളിൽ 7.5 ലക്ഷം പേരാണ് യുദ്ധം അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് ഇസ്രായേൽ നഗരങ്ങളിൽ തെരുവിലിറങ്ങിയത്. 4.5 ലക്ഷം അംഗങ്ങളുള്ള ജീവനക്കാരുടെ സംഘടന കഴിഞ്ഞ ആഴ്ച ഇസ്രായേലിൽ പണിമുടക്ക് നടത്തി. ഗസയിൽ 1/2 ലക്ഷത്തോളം മനുഷ്യർ മരിക്കുന്നത് കണ്ട് യുദ്ധം നിർത്തണം എന്നൊന്നുമല്ല ഇവർ ആവശ്യപ്പെടുന്നത്. മറിച്ച് സ്വന്തം നാട്ടിൽ ജീവിക്കാൻ കഴിയുന്നില്ല എന്ന തോന്നലാണ് അവരെ എരിപിരി കൊള്ളിക്കുന്നത്. യുദ്ധം 11 മാസം പിന്നിട്ടിരിക്കുന്നു. 4 ഭാഗത്തു നിന്നും ഇസ്രായേൽ ഭീഷണി നേരിടുകയാണ്. ഗസയിൽ ഇസ്രായേലി സൈനികരും ബന്ദികളും കൊല്ലപ്പെടുന്നു. ലബനാൻ അതിർത്തിയിൽ നിന്ന് ഹിസ്ബുള്ളയുടെ ആക്രമണം ശക്തമാണ്. ആ അതിർത്തിയിലെ ലക്ഷക്കണക്കിന് ഇസ്രായേലികളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ട് മാസങ്ങളായി. അതിനു പുറമെ ഗസ പോലെ തന്നെ വെസ്റ്റ് ബാങ്കും ആയുധമെടുത്തു തുടങ്ങിയിരിക്കുന്നു. ഫലസ്തീൻ പ്രതിരോധ സംഘങ്ങൾ വെസ്റ്റ് ബാങ്കിൽ ശക്തിയാർജിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം ജോർദാനിൽ നിന്നുള്ള സായുധ സംഘം ഇസ്രായേലികളെ വധിച്ചതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നു. നദി മുതൽ സമുദ്രം വരെ ഇസ്രായേലി ജനതയ്ക്ക് അസ്വസ്ഥതകൾ മാത്രമാണ് സമ്മാനിക്കുന്നത്. ഇതെല്ലാം സഹിച്ചിട്ട് ഇസ്രായേൽ എന്തു നേടി എന്നാണ് തെരുവിൽ ഇറങ്ങിയ ലക്ഷക്കണക്കിന് മനുഷ്യർ നെതന്യാഹുവിനോട് ചോദിക്കുന്നത്. നെതന്യാഹു പറഞ്ഞ യുദ്ധലക്ഷ്യങ്ങളൊന്നും നേടാൻ സാധിച്ചിട്ടില്ല. ഹമാസിനെ പൂർണ്ണമായും തുടച്ചു നീക്കുക എന്നതാണ് നെതന്യാഹുവിൻ്റെ ഒന്നാമത്തെ യുദ്ധലക്ഷ്യം. ഹമാസ് ഇപ്പോഴും ഗസയിൽ ശക്തമാണ്. മറ്റൊന്ന് സൈനികമായി ബന്ദികളെ മോചിപ്പിക്കും എന്നതായിരുന്നു. 6 ബന്ദികളുടെ മൃതദേഹങ്ങളാണ് ഒറ്റ ദിവസം ഒന്നിച്ച് കഴിഞ്ഞയാഴ്ച ഇസ്രായേലിലെത്തിയത്. ഗസയിലെ ഭൂഗർഭ തുരങ്കങ്ങളിൽ വെടിയേറ്റു മരിച്ചു കിടന്ന മൃതദേഹങ്ങളാണ് ഇസ്രായേലിലേക്ക് എത്തിയത്. ഇവരുടെ ജീവൻ രക്ഷിക്കാനാവാത്തതിൽ നെതന്യാഹു ഇസ്രായേൽ ജനതയോട് മാപ്പ് ചോദിക്കേണ്ടി വന്നു. എന്നിട്ടും സ്വന്തം താല്പര്യത്തിനു വേണ്ടി യുദ്ധവും അധികാരവും നിലനിർത്തുകയാണ് നെതന്യാഹു. ഈ സാഹചര്യത്തിലാണ് ഇസ്രായേൽ ജനത കൂട്ടമായി നാടുവിടുന്നതിൻ്റെ കണക്ക് കൂടി പുറത്തു വരുന്നത്. ആകെ 98 ലക്ഷത്തോളമാണ് ഇസ്രായേൽ ജനസംഖ്യ. യുദ്ധത്തിൻ്റെ ആദ്യ 6 മാസത്തിനിടയിൽ അഥവാ 2023 ഒക്ടോബറിനും 2024 മാർച്ചിനും ഇടയിൽ 42,185 ഇസ്രായേലികൾ നാടുവിട്ടതായി ഇസ്രായേലിൻ്റെ ഔദ്യോഗിക ഡേറ്റ പറയുന്നു. ഇപ്പോൾ പിന്നെയും 6 മാസം കൂടി പിന്നിടുകയാണ്. ഇതിൻ്റെ കണക്ക് ഇനി വരാനുണ്ട്. 2022 ഒക്ടോബറുമായി തട്ടിച്ചു നോക്കുമ്പോൾ 400% വർധനയാണ് നാടുവിടുന്നവരുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. യുദ്ധഭീതി, ജനാധിപത്യത്തിൻ്റെ തകർച്ച, ഉയർന്ന ജീവിത ചെലവ് എന്നിവയാണ് നാടുവിടാനുള്ള കാരണമായി ജൂതർ പറയുന്നത്. 1940 മുതൽ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഇസ്രായേലിലേക്ക് കുടിയേറിയ ആലിയ എന്ന് പേരിട്ട് വിളിച്ചിരുന്ന പ്രക്രിയയുടെ വിപരീതമായി ഒരു ആൻറ്റി ആലിയയാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ഇസ്രായേലിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ കുത്തനെ ഇടിവ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലി പൗരന്മാരെല്ലാം സൈന്യത്തിൽ ചേരണമെന്ന നിർബന്ധം കൂടി ഉള്ളതിനാൽ യുദ്ധമുള്ള ഒരു രാജ്യത്ത് തുടരാൻ വിദ്യാർത്ഥികൾ താല്പര്യപ്പെടുന്നില്ല. പോർച്ചുഗൽ, സൈപ്രസ്, മറ്റു യൂറോപ്യൻ രാജ്യങ്ങൾ, അമേരിക്ക എന്നിവിടങ്ങളിലേക്കാണ് മിക്ക ഇസ്രായേലികളും നാടുവിട്ടു പോകുന്നത്. പല ജൂതർക്കും ഇരട്ട പൗരത്വം ഉള്ളതുകൊണ്ട് തിരിച്ചുപോക്ക് എളുപ്പമാണ്. അവർ നേരത്തെ വന്ന മാതൃരാജ്യങ്ങളുടെ പൗരത്വം മിക്ക ഇസ്രായേലികൾക്കും ഉണ്ടാകും. സൈപ്രസിലെ ലിമാസോൾ നഗരത്തെക്കുറിച്ച് ഒരു റിപ്പോർട്ട് ഒരു ഇസ്രായേലി മാധ്യമം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അവിടെ ഒരു ദ്വീപിലേക്ക് മാത്രം ഏകദേശം 10,000 ഇസ്രായേലികളാണ് ഒക്ടോബർ 7 ശേഷം കുടിയേറിയിട്ടുള്ളത്. ഇസ്രായേലിൽ ജീവിക്കുന്ന ആളുകളെ തന്നെ പലതരത്തിലുള്ള മാനസിക രോഗങ്ങൾ പിടികൂടിയിരിക്കുകയാണ്. അസ്തിത്വത്തെക്കുറിച്ചുള്ള ഭയം, ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ, ഇസ്രായേലിൽ ജീവിക്കുന്നതിൻ്റെ അപകടങ്ങൾ, നിരാശാബോധം എന്നിവ അവരെ വേട്ടയാടുകയാണ്. ഭൂരിപക്ഷം ജനങ്ങൾക്കും നാടുവിടണം എന്നുണ്ട്. പക്ഷേ കുടിയേറ്റം എന്നത് വിചിത്രമായൊരു സംഗതിയാണ്. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് സംസാരിക്കാത്ത രാജ്യത്തേക്കുള്ള കുടിയേറ്റം. ഒരു ഭാഷ പഠിക്കുക, താമസ സ്ഥലവും ജോലിയും കണ്ടെത്തുക, ഒരു പുതിയ ജീവിതം കെട്ടിപ്പടുക്കുക, ഇതെല്ലാം വലിയ വെല്ലുവിളിയാണ്. സുഹൃത്തുക്കളെയും കുടുംബാംഗങ്ങളെയും നഷ്ടപ്പെടുന്നത് അതിനേക്കാൾ വലിയ പ്രശ്നം. പക്ഷേ അതിനേക്കാളെല്ലാം പ്രധാനം സമാധാനത്തോടെ ഒന്ന് ശ്വാസം വിടുന്നതാണെന്ന് നാടുവിട്ടവർ സോഷ്യൽ മീഡിയയിലൂടെ ഇസ്രായേലിൽ ഉള്ളവരോട് അനുഭവം പങ്കുവെക്കുന്നു. ഏതായിരുന്നാലും ഈ യുദ്ധം ഗസയുടെയും ഹമാസിൻ്റെയും അന്ത്യം കുറിക്കും എന്നാണ് പലരും കരുതിയത്. പക്ഷേ കഥാന്ത്യം ഇസ്രായേലിൻ്റെ അസ്തിത്വം തന്നെയായിരിക്കും കുളം തോണ്ടുന്നത്.